എന്തോ മനസ്സിനൊരു വല്ലാത്ത പെടച്ചിൽ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അവിചാരിതമായിട്ടെങ്കിലും അവനെ കണ്ടില്ല എന്നടിക്കാൻ എനിക്ക് പറ്റിയില്ല. ആഡംബര പാർട്ടികളിലൊക്കെ തിളങ്ങി നിന്ന റാം എന്ന കമ്പനിയുടെ വാനാണ് ഈ ചിതൽപ്പുറ്റായി കിടക്കുന്നത്. ഈ കിടപ്പിലും അവന്റെ ആഡംബരം ഓരോ കോണുകളിലും അവൻ കാണിക്കുന്നുണ്ട്. സായിപ്പിന്റെ നാട്ടിൽ നിന്ന് ഇടത്തേക്കൻ സ്റ്റിയറിംഗുമായിട്ട് ബംഗളൂരുവിൽ നരകയാതന അനുഭവിക്കാൻ ഇവൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. സായിപ്പ് ഇവന് കൊടുത്ത പേര് ദ പ്രോസ്പെക്ടർ അഥവാ ഖനിയെ അന്വേഷിക്കുന്നവൻ. V8 എഞ്ചിന്റെ കരുത്തും ആഡംബരത്തിന്റെ അങ്ങേയറ്റവും പഴയ പ്രൗഢിയൊന്നും ഇന്നിവനില്ല. വെട്ടുകാരന്റെ മഴു ഇവനിലേക്ക് വീഴാറായി. കാടുപിടിച്ച അവന്റെ ഭൂമിയിലൂടെ അവനെ നോക്കുമ്പോ ഉള്ളു വല്ലാണ്ട് കലങ്ങുന്നു. എന്തുകൊണ്ടോ പറ്റില്ലെന്നറിഞ്ഞിട്ടും ഈ വണ്ടിപ്രാന്തൻ കൊതിച്ചുപോയി കിട്ടിയിരുന്നെങ്കിലെന്ന്. കമ്മ്യൂണിസ്റ്റ് ചെടികൾക്കറിയില്ലല്ലോ അന്നവനെ ആനയിച്ചവർ ഇന്നവനെ ഉപേക്ഷിച്ചുവെന്ന്. പാട്ടും ഡാൻസും നിശാസന്ധികളും കുറെ ഓർമ്മകളും അവൻ അവർക്ക് സമ്മാനിച്ചു. പക്ഷെ ഇന്ന് ആർക്കും വേണ്ടാത്ത ഒരു അനാഥനായി ജീവിതം തള്ളി നീക്കുന്നു, അറവുകാരനെയും കാത്ത്. വെറുമൊരു വഴിയാത്രക്കാരനായ എന്നെ പോലും നെഞ്ചിലൊരു മുറിപ്പാടുണ്ടാക്കാൻ അവന് സാധിച്ചെങ്കിൽ അവൻ ആരായിരുന്നിരിക്കണം ഒരു കാലത്ത്. ഒരു മഴുവിനും തകർക്കാൻ പറ്റാത്ത വിധം അവന്റെ പേര് യജമാനന്റെ ബന്ധുക്കൾ പറയും. എല്ലാ കാലവും ഞങ്ങളുടെ വീട്ടിൽ ഒരു ഖനി ഉണ്ടായിരുന്നു, അവനാണ് പ്രോസ്പെക്ടർ. ഇതുവരെ ചെയ്ത വീഡിയോകളിലൊന്നും എന്നെ ആരും ഇതുപോലെ മനസ്സിന് പിടിച്ചു കുലുക്കിയിട്ടില്ല. പക്ഷെ റാം ദ പ്രോസ്പെക്ടർ, നീ എന്നെ വല്ലാണ്ട് മനസ്സിനെ പിടിച്ച് കുലുക്കി. കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. കാശിന്റെ തുലാസ് നിന്റെ മുകളിൽ കിടക്കുന്നിടത്തോളം കാലം.